നമസ്കാരം. നിങ്ങളുടെ കൈവശം പാൻ കാർഡ് ഉണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് 25,000 രൂപ വരെ കിട്ടും. കേട്ടാൽ വിശ്വസിച്ച് പോകുമല്ലേ? എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം എന്നോടൊരു കാര്യം, ഒരു ഡൗട്ട് ചോദിച്ചു. അതായത് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്ര രൂപയിൽ കൂടുതൽ വന്നാലാണ് നമുക്ക് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരിക എന്നുള്ളത്. ഇപ്പോൾ ലോൺ എടുത്ത എമൗണ്ടൊക്കെ ആണെങ്കിൽ നമുക്കത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു വർഷം 10 ലക്ഷത്തിൽ കൂടുതൽ എമൗണ്ടൊക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ബാങ്ക് അത് IT ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ITR ഫയൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള സോഴ്സൊക്കെ പറഞ്ഞ് നമ്മൾ ITR ഫയൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടാക്സ് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇനി അത് ടാക്സബിൾ ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തത്. അത് കഴിഞ്ഞ് അദ്ദേഹം എന്നോട് മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് അറിയാനും സാധിച്ചത്. ഇതിപ്പോൾ പുതുതായിട്ട് നടന്നു വന്നിരിക്കുന്ന ഒരു സ്കീമാണ്. ഇതൊരു ബാങ്കോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്ഥാപനമോ നടത്തുന്ന ഒരു സ്കീമല്ല. ഇൻഡിവിജ്വൽ ആളുകളാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വേണ്ടി വരുന്നതാകട്ടെ നിങ്ങളുടെ കയ്യിൽ ഒരു പാൻ കാർഡും ഒരു ബാങ്ക് അക്കൗണ്ടുമാണ്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ പാൻ കാർഡ് ഉണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇവർ കുറച്ച് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യും. നമുക്കറിയാം, പാൻ കാർഡ് ഇല്ലെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാവുന്ന എമൗണ്ടിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 50,000 രൂപയാണ്. പക്ഷേ പാൻ കാർഡ് ഉണ്ടെങ്കിലാകട്ടെ 50,000-നേക്കാൾ കൂടുതലൊക്കെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഇവർ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം ഡെപ്പോസിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് നമ്പർ അവർ അയച്ചു തരും. ആ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ഈ പണം തിരികെ അയച്ചു കൊടുക്കണം. ഇങ്ങനെ തരുന്ന അക്കൗണ്ടിലേക്ക് നിങ്ങൾ ഈ മുഴുവൻ തുകയും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ടതില്ല. ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ 1 ലക്ഷം രൂപയാണ് അവർ അയച്ചു തന്നത് എന്ന് വിചാരിക്കുക. നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് 90,000 രൂപയായിരിക്കും. ബാക്കി 10,000 രൂപ നിങ്ങൾക്ക് എടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് വേറൊരു എമൗണ്ട് ഇട്ട് തരും. അത് മറ്റൊരു അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കാനായിട്ട് പറയും. ഇങ്ങനെ ഒരുപാട് ട്രാൻസാക്ഷൻസിൽ നിങ്ങൾ പങ്കാളിയാവുകയാണ്. ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് കമ്മീഷൻ മൂലം ലഭിക്കുകയും ചെയ്യും. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ വീഴ്ത്തുന്ന ഒരു തട്ടിപ്പാണ്. ഇത് ഇങ്ങോട്ട് പണം തന്ന് നിങ്ങളെ ചതിയിൽ വീഴ്ത്തും. നമ്മൾ അതൊരു 4 അക്കൗണ്ടിലേക്ക് അയക്കണം. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നും ഇത്രയും ഉള്ളോ? അതിപ്പോൾ വളരെ സിമ്പിൾ അല്ലേ? നമുക്ക് ഗൂഗിൾ പേ ഉണ്ടല്ലോ, പല നമ്പറിലേക്ക് അയച്ചു കൊടുക്കാമല്ലോ. അല്ലെങ്കിൽ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനൊക്കെ ഉണ്ടല്ലോ, അതിൽ പല അക്കൗണ്ടിലേക്ക് നമുക്ക് അയച്ചു കൊടുക്കാം. ബാക്കി കിട്ടുന്ന തുക നമുക്ക് കിട്ടും. ഇതാണ് ഈ ഒരു പരിപാടി. കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നും ഇത് കൊള്ളാമല്ലോ, എൻ്റെ കയ്യിൽ പാൻ കാർഡ് ഉണ്ട്, എനിക്ക് കിട്ടുമോ ഈ 10,000 അല്ലെങ്കിൽ 25,000 രൂപയൊക്കെ എന്ന്. വെറുതെ കിട്ടുമെന്ന് വിചാരിക്കുമ്പോൾ ചാടി എല്ലാവരും വീഴുകയും ചെയ്യും. പാൻ കാർഡും ഒരു ബാങ്ക് അക്കൗണ്ടും ഉണ്ടായാൽ മാത്രം മതി. ഈ തുക ട്രാൻസ്ഫർ മാത്രം നമ്മൾ ചെയ്താൽ മതി. ഇത് കേൾക്കുമ്പോഴേക്കും നമുക്കും ഇത്തരത്തിൽ ഈ പണം കിട്ടിയാൽ കൊള്ളാമെന്നൊരു തോന്നലൊക്കെ തന്നെ വരും. പക്ഷേ ഇതിൻ്റെ പിന്നിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും നമുക്ക് ആർക്കും അറിയാൻ യാതൊരു താല്പര്യവുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്കീമിൽ ഇവർ കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത് കോളേജ് വിദ്യാർത്ഥികളെയൊക്കെയാണ്. കാരണം ഈ പ്രായത്തിലുള്ള പല കുട്ടികളും പണം ഉണ്ടാക്കാനുള്ള പല വഴികളും ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ടാകും. അതും അവരെ സംബന്ധിച്ച് പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള ഓപ്ഷൻസാണ് അവരിപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം ഇവർക്ക് പല ചിലവുകളുമുണ്ട്. കോളേജുകളിലൊക്കെ തന്നെ ചെല്ലുമ്പോൾ ഇവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം, ഡ്രസ്സ്, ഷൂസ്, മൊബൈലൊക്കെ തന്നെ വാങ്ങണം. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ചെറിയ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാശുണ്ടാക്കാനുള്ള ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികൾ എന്തായാലും അവരൊക്കെ ഇത് ട്രൈ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവരാണ് ഈ ഒരു പരിപാടിയിൽ ഇപ്പോൾ പ്രധാന ടാർഗറ്റായിട്ട് മാറ്റപ്പെടുന്നത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഇവർക്ക് വിദ്യാർത്ഥികളാണ്, അവർക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കും, ഒരുപക്ഷെ പാൻ കാർഡും ഉണ്ടായിരിക്കാം. അങ്ങനെ പല ട്രാൻസാക്ഷൻസിൻ്റെ ഭാഗമാവുകയും കൂടുതൽ പണം ഇവരിലേക്ക് എത്തുകയും ചെയ്യും. അത് വെച്ച് ഇവരുടെ ആവശ്യങ്ങളൊക്കെ തന്നെ ഇവർക്ക് നടത്താനും സാധിക്കുമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. ഇവിടെ ഈ കുട്ടികൾക്കാണെങ്കിൽ വേറെ ഇൻകം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ വേറെ ഇൻകം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു 10 ലക്ഷത്തിന് ലിമിറ്റ് ഒരു വർഷം കടക്കാനുള്ള സാധ്യതയും ഇവർക്ക് വളരെ കുറവാണ്. അങ്ങനെ ഈ 10 ലക്ഷത്തിനുള്ളിൽ ഈ ഒരു ട്രാൻസാക്ഷൻസ് നടത്തി കഴിഞ്ഞാൽ IT ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇത് പോവുകയുമില്ല. അങ്ങനെ ഇവരുടെ കാര്യങ്ങളൊക്കെ തന്നെ സുഗമമായിട്ട് നടക്കുകയും ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് റിസ്ക് ഒന്നുമില്ല. ഇവിടെ റിസ്ക് ഉള്ളത് നമുക്ക് ഈ പൈസ അയച്ചു തരുന്നവർക്കാണ് എന്നായിരിക്കും പലരും ചിന്തിക്കുക. ഒരു കണക്കിന് പറഞ്ഞാൽ ലോട്ടറി അടിച്ചതുപോലെ എന്ന് പറയാം. എന്നാൽ അവർ നമുക്ക് ഈ ലക്ഷമൊക്കെ തന്നെ ഇട്ട് തരുമ്പോൾ നമ്മൾ ഈ പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തില്ലെങ്കിലോ ആ കാശ് അവർക്ക് പോയില്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെ റിസ്ക് ഉള്ളത് ഈ പൈസ ഇട്ട് തരുന്ന ആളുകൾക്കാണ്. നമ്മൾ അക്കൗണ്ട് ഹോൾഡേഴ്സിന് യാതൊരു പ്രത്യേകിച്ച് ഇതിൽ റിസ്ക് ഒന്നുമില്ല എന്നാണ് തുടക്കത്തിൽ തന്നെ എല്ലാവർക്കും തോന്നുക. എന്നാൽ ഈ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും ഒരു ചെറിയ ഡൗട്ടെങ്കിലും, ഒരു റിസ്ക് ഉണ്ടെന്നൊക്കെ ഒരുപക്ഷെ ഒരു തോന്നലുണ്ടായേക്കാം. പക്ഷേ നിങ്ങളിവിടെ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും ഒരു വ്യക്തി ഫ്രീ ആയിട്ട് തരുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ കൊണ്ട് ഉപയോഗം ഉണ്ടാകും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ശരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക?
എൻ്റെ ഒരു അസംഷനിൽ ഇവിടെ നടക്കുന്നതാകട്ടെ ഈ ഒരു പാൻ കാർഡ് ബാങ്ക് അക്കൗണ്ടുള്ള വ്യക്തികളൊക്കെ തന്നെ കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെ ആ ഒരു മണി ലോണ്ടറിങ്ങിൻ്റെ ലെയറിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാക്കപ്പെടുകയാണ്. ഈ കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെ 3 സ്റ്റേജുകളാണുള്ളത്. ആദ്യത്തേത് പ്ലേസ്മെൻ്റ് ആണ്. അവിടെയാണ് ഈ ഒരു കള്ളപ്പണത്തിനെ നമ്മുടെ എക്കോണമിയിലേക്ക്, ഇന്ത്യൻ എക്കോണമിയിലേക്ക് പ്ലേസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ലെയറിങ്, അത് കഴിഞ്ഞിട്ട് ഇൻ്റഗ്രേഷൻ. ഈ ഇൻ്റഗ്രേഷനിലേക്ക് എത്തുമ്പോഴേക്കും ഈ കള്ളപ്പണം വെളുത്ത് അത് ലീഗൽ മണി ആയിട്ടുണ്ടാകും. ഈ ലെയറിങ്ങിൽ ചെയ്യുന്നത് ഈ പണത്തിനെ പല ലെയറുകളിലൂടെ കടത്തിവിടുകയാണ്. അതായത് പല അക്കൗണ്ടുകളിലൂടെയും പല കമ്മ്യൂണിറ്റികളിലൂടെയും ഒക്കെ തന്നെ ഇതിനെ മാറ്റി കടത്തിവിട്ട് അവസാനം ഇത് എവിടെ നിന്നാണ് വന്നത്, ഇതിൻ്റെ സോഴ്സ് എവിടെയാണെന്നത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് അതിനെ ആക്കും. അപ്പോൾ ഈ ഒരു സ്കീമിനെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് കള്ളപ്പണം വെളുപ്പിക്കുന്നതിൻ്റെ ലെയറിങ്ങിൻ്റെ ഭാഗമാണ് എന്നാണ്. അതായത് 1 ലക്ഷം രൂപ ഒരു അക്കൗണ്ടിലേക്ക് കൊണ്ടുവരുന്നു, അത് കഴിഞ്ഞ് ഇതൊരു 4 അക്കൗണ്ടിലേക്ക് അയക്കുന്നു, പിന്നെ അത് വീണ്ടും വേറെ അക്കൗണ്ടുകളിലേക്ക് അയക്കുന്നു. അങ്ങനെ പല അക്കൗണ്ടുകളിലൂടെ ഈ ഒരു പണത്തിനെ കടത്തിവിട്ട് അവസാനം അത് മറ്റൊരു അക്കൗണ്ടിലേക്ക് എത്തുമ്പോഴേക്കും ഇത് എവിടെ നിന്നാണ് തുടങ്ങിയത് എന്നുള്ളത് ട്രാക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാകും. അങ്ങനെ ഈ ഒരു കള്ളപ്പണത്തിനെ ലെയറിങ്ങിലൂടെ ലീഗൽ മണിയാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഭാഗമാവുകയാണ് ഈ ഒരു സ്കീമിൽ ചേരുന്ന ആളുകൾ എല്ലാം തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ഒരു 10,000 രൂപ കൊടുക്കുമ്പോൾ ഇതൊരു ബ്ലാക്ക് മണി, അതായത് പുറത്തെടുത്ത് ഉപയോഗിക്കാൻ പറ്റാതിരുന്ന പണമാണ് ഇവരുടെ അക്കൗണ്ട് വഴി കടത്തിവിടുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു 10,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപ ഇവർക്ക് കൊടുത്താലും കുഴപ്പമില്ല, ബാക്കി തുക മുഴുവൻ ഇവർക്ക് വെളുപ്പിച്ച് കയ്യിൽ കിട്ടും. സോ അത്രയും വലിയൊരു ക്രൈമിൻ്റെ ഭാഗമാവാനാണ് ഈ ഒരു എമൗണ്ട് അവർ നിങ്ങൾക്ക് തരുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10,000 രൂപ 25,000 രൂപയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ ആളുകൾ, നമ്മുടെ ആൾക്കാർ ചിന്തിക്കുന്നത് എൻ്റെ കയ്യിലൊരു പാൻ കാർഡുണ്ട്, എനിക്കും കിട്ടുമോ ഈ 10,000 അല്ലെങ്കിൽ 25,000 രൂപ എന്നുള്ളതാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോസിബിലിറ്റി കൂടിയുണ്ട്. അതായത് ഇവർ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയക്കുന്ന പണം നിങ്ങൾ മറ്റ് അക്കൗണ്ടുകളിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. ആ അക്കൗണ്ടുകൾ ആരുടേതാണ്, ഏത് വ്യക്തിയുടേതാണ് നിങ്ങൾക്കറിയില്ല. ഇത് എങ്ങാനും ടെററിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളാണെങ്കിലോ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട ഒരുപാട് സംഘടനകളുണ്ട്, അപ്പോൾ അത്തരം സംഘടനകളുടെയൊക്കെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണെങ്കിലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ പ്രധാനമായിട്ടും ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെയോ അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ട സംഘടനകളുടെയോ ഒക്കെ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ അത്തരത്തിലേക്ക് പോയാൽ ഗവൺമെൻറ് തീർച്ചയായിട്ടും നിരീക്ഷിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിലേക്ക് പണം വന്നു കഴിഞ്ഞാൽ ഇതാരാണ് അയച്ചത് എന്നുള്ളത് അപ്പോൾ തന്നെ ഗവൺമെൻറ് ട്രാക്ക് ചെയ്ത് പിടികൂടും. സോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ തീവ്രവാദത്തിന് അല്ലെങ്കിൽ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഒരു പ്രവൃത്തിക്ക് പണം കൊടുക്കുന്ന ഒരു ഏജൻ്റായിട്ട് മാറ്റപ്പെടുന്നതായിരിക്കും. അപ്പോൾ അത്തരം കേസുകളിൽ പെട്ടുകഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതം പോയി, മുഴുവൻ ജയിൽവാസമായിരിക്കും, രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെടും, പിന്നെ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ഈ ഇൻകം ടാക്സിനെയോ കുറിച്ചോ അല്ലെങ്കിൽ മണി ലോണ്ടറിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റ് സാധ്യതകളെക്കുറിച്ചോ ചിന്തിക്കാൻ പോലും താല്പര്യമില്ലാത്ത വ്യക്തികൾ, അത്തരത്തിലുള്ള ഏജ് ഗ്രൂപ്പിലുള്ളവർ, പ്രത്യേകിച്ചും വിദ്യാർത്ഥികളെയൊക്കെ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ളവരെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്നതാകട്ടെ അവർക്ക് ഒന്നും അറിയാതെ തന്നെ ജസ്റ്റ് അവരുടെ അക്കൗണ്ടിലേക്ക് ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിലൂടെ 10,000 25,000 രൂപയൊക്കെ കമ്മീഷൻ കിട്ടുന്നു എന്നതാണ്. പക്ഷേ ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ചാടി പുറപ്പെടരുത്. ഈ 10,000 25,000 നമുക്ക് പിന്നീട് പ്രോപ്പറായി ലീഗലായിട്ട് ഉണ്ടാക്കാനുള്ള നിരവധിയായിട്ടുള്ള ഓപ്ഷൻസ് ഇന്ന് ഇവിടെയുണ്ട്. നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പ് വലയങ്ങളിലേക്കും എല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.